Praise the Lord. വെൽക്കം ടു വൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അനേക ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ചെറിയ മെസ്സേജ് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ഉള്ള ദിവസങ്ങളാണല്ലോ. അപ്പോൾ കല്ലറയ്ക്കൽ 3 സ്ത്രീകൾ യേശുവിനെ പരിമള തൈലവുമായിട്ട് അവർ കല്ലറയ്ക്കൽ പൂശുവാനായിട്ട് പോകുന്നു. അതിനായിട്ട് ഒരു ഏർലി മോർണിംഗ് തന്നെ പുറപ്പെട്ട് ഒരു തങ്ങളിൽ പറയുന്നു, എന്ത് ചെയ്യും, ആ കല്ലാര് നീക്കിത്തരും. കല്ലറയുടെ ആ വാതിക്കൽ വെച്ചിരുന്ന, അതായത് അന്നത്തെ റോമ ചക്രവർത്തിയുടെ റൂളിങ്ങിലുള്ള അവരുടെ സീലൊക്കെയും വെച്ച് ഭദ്രമാക്കി കല്ലറ സൂക്ഷിച്ചിരുന്ന കാവൽ ഭടന്മാരോട് കൂടിയുള്ള ആ കല്ലറയ്ക്കലേക്കാണ് ആ 3 സ്ത്രീകൾ ഏർലി മോർണിംഗിൽ ധൈര്യപൂർവ്വം പോകുന്നത്. അവർക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവർ വേറൊന്നും ചിന്തിക്കാതെ അവർ അവിടേക്ക് പോവുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെയും ഭയന്ന് അവരൊക്കെയും ഒളിച്ച് ഇരിക്കുന്ന പോലെയായിരുന്നു. ആരും വെളിയിൽ വന്നില്ല, അവനെ ഫോളോ ചെയ്ത് ആരും കൂടെ ഇല്ലായിരുന്നു. എന്നാൽ ആ സ്ത്രീകൾ ധൈര്യത്തോടുകൂടി പോയി. അപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് തരുന്ന പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ ആണ് വിശ്വാസികളായ നമ്മെ ഏത് പ്രതിസന്ധിയുടെയും മധ്യത്തിൽ വഴി നടത്തി മുൻപോട്ട് എത്തിക്കുന്നതെന്ന് നമ്മുടെ ജീവിതങ്ങൾ തന്നെ നമുക്ക് സാക്ഷികൾ ആണല്ലോ. ഇവിടെ നമ്മൾ നോക്കിയാൽ യേശുക്രിസ്തു ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായിട്ട് സംസാരിക്കുന്നത് മഗ്ദലന മറിയയോടാണ്. അത് അവൻ്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യത്തിലാണിത് നമ്മൾ വായിക്കുന്നത്. സ്ത്രീയെ, നീ കരയുന്നതെന്ത് എന്ന് ചോദിക്കുന്നു. ആരെ തിരയുന്നുവെന്നും കർത്താവ് ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു കൺസേൺ, അവൾ കരഞ്ഞുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ ബോഡി അവിടെ കാണുന്നില്ല എന്നുള്ള സങ്കടത്തിൽ ആരോ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെയും മനസ്സിൽ കരുതി അവൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ ഗുരുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുമ്പോൾ യേശുവെന്ന് അവൾക്ക് മനസ്സിലായില്ല, തോട്ടക്കാരൻ എന്നാണ് അവൾ വിചാരിച്ചത്. നല്ല യേശു ചോദിക്കുന്നു, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? അപ്പോൾ നമ്മളുടെ പ്രയാസങ്ങളിലെ ദുഃഖങ്ങളിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മൾക്ക് അതിനോട് പ്രതികരിക്കുന്നവനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന് ആദ്യത്തെ വാക്യം തന്നെ എന്തിന് കരയുന്നു എന്നാണ്. നമ്മൾ പലപ്പോഴും കരയുന്നത് നമ്മളുടെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളുടെ പ്രതിസന്ധികളെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഓർത്ത് മാത്രമാണ് മിക്കവാറും നമ്മൾ കരയാറുള്ളത്. എല്ലാ കർത്താവിനെ ഓർത്തോ അല്ലെ സ്വർഗത്തെ ഓർത്തോ നമ്മൾ കരയാറില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ ക്രിസ്തുവിനെ കാണാതെ വന്നപ്പോൾ, ക്രിസ്തുവിൻ്റെ ശരീരം അവിടെ ഇല്ലയെന്ന് കണ്ടപ്പോഴാണ് മറിയ കരഞ്ഞത്. എന്നാൽ അവൾക്ക് സന്തോഷത്തിൻ്റെ അനുഭവമാണ് പിന്നീടുണ്ടായത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. അതിനു മുമ്പായിട്ട് സ്ത്രീകളെ കർത്താവ് അഭിവാദ്യം ചെയ്യുന്നത് വന്ദനം പറയുന്നു. വന്ദനം പറയുമ്പോൾ സ്ത്രീകൾ അവൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇവിടെ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം പ്രത്യാശയും ബലവും സമാധാനവും നൽകുന്ന വാക്കുകളാണ് അതെന്ന് നമുക്ക് അറിയാൻ പറ്റും. കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യമായി സംസാരിക്കുന്നത് ഈ 3 സ്ത്രീകൾ അവരുടെയാണെന്നുള്ളത് നമുക്കറിയാം. അവർക്ക് എന്നിട്ട് കല്ല് ആര് മാറ്റിത്തരുമെന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് കല്ലറയ്ക്കലേക്ക് വിഷമിച്ചുകൊണ്ടാണ് പോയത്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ മുന്നമേ തന്നെ ആ കല്ല് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നുവെന്ന് നമുക്കറിയാം. ആ കല്ല് അവിടെ നിന്ന് നീക്കം ചെയ്തത് വെറും കല്ലറയുടെ മുമ്പിൽ നിന്ന് മാത്രമല്ല, നമ്മൾ വേറൊരർത്ഥത്തിൽ നോക്കിയാൽ നമ്മളുടെ എല്ലാ ജീവിതത്തിലുള്ള
പ്രശ്നങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ എല്ലാ ഭയങ്ങളിൽ നിന്നുമാണ് ആ കല്ലിനെ അവന് ഉരുട്ടി മാറ്റിയിരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. യേശു മരണത്തെ ജയിച്ച് നമുക്ക് തന്നിരിക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഹോപ്പിന് റൈസസ്, അതുപോലെ തന്നെ അവൻ്റെ ഗ്രേസ് ഓവർഫ്ലോ ആകുന്നു. അതുപോലെ ഈ നമ്മൾ ബ്രോക്കണായി എന്ന് വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളിലും അതിനൊരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നുവെന്നും നമുക്ക് വിശ്വസിക്കണം. നമ്മളത് കാണുവാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ കർത്താവിലെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഉടഞ്ഞു പോയി എന്നും വീണു പോയി എന്നും ഒക്കെ കരുതിയ കാര്യങ്ങൾക്ക് ഒരു പുതിയ തുടക്കം അവൻ ചെയ്തു തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈസ്റ്റർ നമുക്ക് ഒരു റിമൈൻഡറായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി, അതായത് ഒരു പ്രത്യാശ നൽകുന്നു എന്നതാണ്. സകലതും അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മെ ലീഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു റിന്യൂഡ് എനർജി നമ്മൾ നിറയുവാനും ജീവിതത്തെ ഒരു പോസിറ്റീവായും സന്തോഷം നിറഞ്ഞതായും നമുക്ക് കാണുവാൻ സാധിക്കണം. അതേപോലെ തന്നെ ആരാധനയും സ്നേഹവും ദൈവിക സമാധാനവും ദൈവത്തിൽ നിന്നും അനുഭവിപ്പാനും ദൈവത്തെ ആരാധിച്ച് നമ്മൾക്ക് സന്തോഷിച്ച് അവൻ്റെ കൃപയിലായിരിക്കാനും ദൈവം നമ്മെ പ്രാപ്തരാക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മേരി മാഗ്ദലിൻ്റെ, അതായത് മഗ്ദലന മറിയത്തിൻ്റെ ഡിവോഷൻ കാരണമാണ് അവൾ യേശുവിൻ്റെ റിസറക്ഷന് ആദ്യത്തെ, അതായത് ഫസ്റ്റ് വിറ്റ്നസ്സായിട്ട് ഫസ്റ്റ് സാക്ഷിയാകുവാനായിട്ട് സാധിച്ചത്. അതേപോലെ ആദ്യമായിട്ട് സുവിശേഷം അറിയിക്കുവാനും അവൾക്കാണ് ഭാഗ്യം ലഭിച്ചത്. അവളോട് കർത്താവ് പറയുന്നത്, പോയി നമ്മുടെ ശിഷ്യന്മാരോട്, അതായത് സഹോദരന്മാരോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുവാനായിട്ട് പറയുന്നു. സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആ ന്യൂസാണ്. അതാണ് ഗുഡ് ന്യൂസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളായിരുന്നു പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തിന് മുൻപിലുണ്ടായിരുന്നത്. ഈ സ്ത്രീകൾ ചെന്ന് പറഞ്ഞ വാക്ക് കേട്ട് പത്രോസും യോഹന്നാനും കൂടി ഓടി കല്ലറയ്ക്കിലെത്തി. എങ്കിലും പത്രോസ് ഉള്ളിൽ കടന്നു നോക്കുന്നു. കല്ലറയുടെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കർത്താവോട് ഇല്ലെന്ന് മനസ്സിലായി, ഒഴിഞ്ഞ കല്ലറയ്ക്ക്. അങ്ങനെ പത്രോസും സ്ത്രീകളോടൊപ്പം സാക്ഷിയായി എന്നുള്ളതാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവ് സ്ത്രീകളോട് സംസാരിച്ചു. അവൻ പല പ്രാവശ്യം ശിഷ്യന്മാർക്കും മറ്റു ചിലർക്കും പ്രത്യക്ഷനായി. പിന്നീട് അവൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്നും നമുക്കായി പക്ഷപാതം ചെയ്തുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നുള്ള അവൻ്റെ വാഗ്ദത്ത പ്രകാരം അവൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. നമ്മൾ 2-3 പേര് കൂടി വരുന്നിടത്തൊക്കെയും അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്, അവരുടെ മധ്യത്തിൽ അവനുണ്ടെന്നും ഉള്ള വാഗ്ദത്തം നിവൃത്തിയായിരിക്കുന്നു. അതേപോലെ തന്നെ അവൻ വീണ്ടും വരേണ്ടവനാണ്. നമ്മെ ചേർക്കേണ്ടതിനായിട്ട് കർത്താവ് വീണ്ടും വരും. നമുക്ക് അവനായി കാത്തിരിക്കാം. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിലുള്ള, ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള ഒരു പൂർണ്ണ വിശ്വാസം, അവനിൽ വിശ്വസിക്കുന്നതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതായ സന്തോഷം, ആ ഒരു സൗഭാഗ്യം, ആ പ്രത്യാശ, അതെല്ലാം ദൈവം നൽകി തന്ന് അവനോടൊപ്പമായിരുന്നു നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് സന്തോഷത്തോടുകൂടി നമ്മുടെ ആയുഷ്കാലം അവനായി സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ ടു ഓൾ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.